ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും സ്കിൻ കെയർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒടുവിൽ സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും മുഖത്ത് നിറയെ കുരു വരുന്നു, അങ്ങനെ മുഖം ഭയങ്കര ഡള്ളാവുന്നു, പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് കമന്റ് ബോക്സ് വന്ന് പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ, എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഇതിനെ പറ്റിയിട്ട് ഞാൻ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ചൂട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ റീസൺ ആണ്, നിങ്ങൾ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കണം, എന്തുകൊണ്ട് ആ കുരു വരുന്നു, അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ആവില്ല നമ്മൾ വാങ്ങുന്നത്. മെയിനായിട്ട് കേൾക്കുക, നമുക്ക് ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് വ്യക്തമായിട്ട് അറിയണം. അതായത് ചുമ്മാ നോക്കി നമ്മുടെ സ്കിൻ ഓയിലി ആണെന്ന് നോക്കി ഓയിലി, അപ്പോൾ ഓയിലി ആയിരിക്കും. ഡ്രൈ ആണെന്ന് നോക്കി അപ്പോൾ ഡ്രൈ ആയിരിക്കും. അങ്ങനല്ല നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഭൂരിഭാഗം ആൾക്കാർ എനിക്കറിയാം ഇത് ചെയ്ത് നോക്കാനുള്ള മടി കാരണം ചുമ്മാ എൻ്റെ മുഖം തൊട്ടപ്പോൾ അവിടെ എണ്ണയായിരുന്നു അതുകൊണ്ട് ഓയിലി സ്കിൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങ് പറയും. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അത് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ശരിക്കുമുള്ള സ്കിൻ ടൈപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസം രാത്രി നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഫേസ് വാഷോ ഞാൻ ഉപയോഗിച്ച് മുഖം കഴുകിയിട്ട് ഇങ്ങനെ തുടയ്ക്കാതെ തന്നെ ഡ്രൈ ആവട്ടെ, എന്നിട്ട് നേരെ മുഖം വെച്ച് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 hours കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. പ്രത്യേകിച്ച് ഒന്നും പോവാതെ നോർമലായിട്ട് വീട്ടിലിരുന്നിട്ട് നോക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് ഫേസ് നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫേസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കുക. ഈ ഒരു ഭാഗത്ത് മാത്രം എണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ബാക്കിയുള്ളിടത്തൊക്കെ നോർമലായിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. പിന്നീട് എന്ന് പറയാൻ നല്ല എണ്ണയാണ്, മുഖത്തെല്ലാം നല്ല എണ്ണ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നും, അതുപോലെ നോർമലാണ് ഒന്നുമില്ല പ്രശ്നമായിട്ട് ഓയിലോ ഇല്ല ഭയങ്കര ഡ്രൈയോ അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻ ആയിരിക്കും. ഇനി ഒരുപാട് പേർക്കുള്ള ഡൗട്ട്, ഈ സെൻസിറ്റീവ് സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, ഇതെന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് അല്ല. ഒരു സ്കിൻ ടൈപ്പ് ആണ് പക്ഷെ സ്കിൻ ടൈപ്പ് അല്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 4 അതായത് എന്താ പറയുക, ഓയിലി, കോമ്പിനേഷൻ, നോർമൽ, ഡ്രൈ, ഇത് 4 സ്കിൻ ടൈപ്പ്. ഇതിൽ തന്നെ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അതിൽ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. അല്ലാതെ ഇത് മാത്രമായിട്ട് ഒരു സ്കിൻ ടൈപ്പ് അല്ല. ഇതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഓക്കെ, ഇനി ആ മിസ്റ്റേക്ക് നമുക്ക് വരുത്തില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഏറ്റവും വലിയ വരുന്നത് ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിലാണ്. ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഒരു സിറമോ അല്ലെങ്കിൽ വലിയൊരു ടോണറോ ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ അതിന് അത്രയും ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഒരു ബിഗിനർ ആകുമ്പോൾ ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള, അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൽ കാണിക്കുന്ന ഗ്ലൈക്കോലിക് ആസിഡ്, വൈറ്റമിൻ സി, അങ്ങനെ ഒരുപാട് കാണിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. കഴിവതും ക്ലീൻ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം, ഫ്രണ്ടിൽ ഹൈലറോണിക് ആസിഡെന്നോ അല്ലെങ്കിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സൺസ്ക്രീന്, ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രം ഉപയോഗിക്കാൻ നോക്കാം. ഞാൻ ഇതിൻ്റെ മാത്രം ഓരോ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഓരോ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്കിൻ കെയർ റൂട്ടീൻ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏതൊക്കെ പ്രോഡക്റ്റുകളാണെന്നും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള കാര്യം, ഇനി നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു, എല്ലാവരുടെയും സ്കിന്ന് ഒരേപോലല്ല. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും അത് ഉപയോഗിക്കേണ്ടതായ ഒരു രീതിയും ഒരു ഏജും ഒരു ഇതൊക്കെ ഉണ്ട്, ഒരളവും ഒക്കെ ഉണ്ട്. ഇപ്പം എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, അതിപ്പോൾ ഫേസ് വാഷ് ആയാലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആയാലും സിറം ആയാലും ക്രീം ആയാലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തോ കഴുത്തിൻ്റെ ഈ ഭാഗത്തോ കാണാത്ത ഏതെങ്കിലും ഭാഗത്ത് ഇത്തിരി ഒന്ന് അപ്ലൈ ചെയ്തിട്ട്, അതെങ്ങനെയാണ് നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് ആ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 days ഒക്കെ വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻ, റെഡ്നെസ്, അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് എന്തെങ്കിലും പൊള്ളലോ ചൊറിച്ചിലോ ടിംഗ്ലിംഗ് സെൻസേഷൻസോ തോന്നുന്നുണ്ടെങ്കിൽ ദെൻ ഡോണ്ട് യൂസ് ഇറ്റ്. നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ അല്ല. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, ഈ യൂസ് ചെയ്യാൻ പറ്റാതെ പോയ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്ന്, ഫേസിന്റെ സ്കിന്നും ബോഡിയുടെ സ്കിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഫേസിന്റെ സ്കിന്ന് കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും നമ്മുടെ ഫേസിലുണ്ടാവുക. എന്നാൽ ബോഡിയിൽ അങ്ങനെയല്ല. ബോഡിയിൽ നമുക്കിപ്പോൾ ഇതേ ഇഷ്യൂ ബോഡിയിലുണ്ടെങ്കിൽ ബോഡിയിൽ ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതൊരു
വേസ്റ്റായി പോകുന്നില്ല. പിന്നീട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുരു വരുന്ന ഒരു റീസൺ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട രീതിയിലാവില്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സിറം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സിറം ഉപയോഗിക്കേണ്ട ഒരളവ്, ഒരു ടൈം, ഒരു രീതിയും എല്ലാം ഉണ്ടായിരിക്കും. മനസ്സിലായി? ഇപ്പൊ സാലിസിലിക് ആസിഡ് സിറം ആണെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ വീക്കിലി 2 തവണ 3 തവണ അങ്ങനെ കൂട്ടിക്കൊണ്ട് ഒരു അളവ് കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് ഇട്ട് പ്രോപ്പറായിട്ട് നൈറ്റ് ടൈമിൽ ഇത് റിമൂവും ചെയ്യണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ കംപ്ലീറ്റ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ അളവിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ പണി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. സോ അതെപ്പോഴും മൈൻഡിൽ വെക്കുക. ആ രീതിയിൽ മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഒരു വീഡിയോസും കാണുന്നില്ല, എങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യാം. ഹൗ ടു യൂസ് ഇന്ന പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ പേരിച്ച് ഇന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് ഏജ് ലിമിറ്റിലാണ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പല വീഡിയോസ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അത് കണ്ടിട്ട് മാത്രം അതേപോലെ തെറ്റ് വരുത്താതെ ഉപയോഗിക്കാൻ നോക്കാം. പിന്നീടെന്ന് പറയുന്നത്, ചില സാഹചര്യങ്ങളിൽ പേർജിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. കുരു വരുന്നതിൻ്റെ ഒരു കാര്യം പറയാണ്. പേർജിങ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സ്കിന്നിന് തൊട്ടടിയിലത്തെ ലെയറിൽ ഈ ബാക്ടീരിയയും എല്ലാം ഇരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പുറത്ത് വന്നിട്ട് ക്ലിയർ അപ്പ് ആവുന്നതിന് ഫുള്ള് പെട്ടെന്ന് ക്ലിയർ ആവില്ല. അത് എല്ലാം പുറത്ത് പോയിട്ട് ക്ലിയർ അപ്പ് ആവുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കുരു വരാനുള്ള ചാൻസ് ഉണ്ട്, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അത് പോയി കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും നല്ല രീതിയിൽ സ്കിന്ന് ക്ലിയർ ആയി വരുന്നത്. അപ്പം ചില പ്രോഡക്റ്റുകൾക്ക് ആ രീതിയിലുള്ള പേർജിങ് ഇഷ്യൂസും ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിലും ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് വരുന്നത് എല്ലാം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോ ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവരുടെ സ്കിൻ കെയർ റൂട്ടീൻ അവർ ചെയ്യുമ്പോൾ അതേ എക്സാക്ട് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യരുത്. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ അതേപോലെ ഫോളോ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള റൂട്ടീൻ, ആ റൂട്ടീൻ മാത്രം ഫോളോ ചെയ്യാം. ഇനി കുരു വരുമ്പോൾ പാനിക് ആവുക ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു റീസണും കൊണ്ടാവാം കുരു വരുന്നത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വെറും ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നല്ലോണം മോയ്സ്ചറൈസർ ഇടുക. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഓയിലി സ്കിന്ന് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് കുരു വരുന്നത്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ മോയ്സ്ചറൈസർ, ഫേസ് വാഷും സൺസ്ക്രീനും പ്രോപ്പറായിട്ട് ഇടുക. സൺസ്ക്രീൻ 2 മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈയും ചെയ്ത് കൊടുക്കുക. ഇനി വീട്ടിലിരിക്കുമ്പോഴും കഴിവതും സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്ന് ഹീലായി വരുന്നത് കാണാൻ പറ്റും. ഓവറായിട്ട് കുരു വന്നു എന്ന് കരുതിയിട്ട് ഓവറായിട്ട് സാലിസിലിക് ആസിഡ് സിറമോ ഓവറായിട്ട് പിമ്പിൾ എന്താ പറയുക സ്പോട്ട് കറക്റ്റർ ഓവറായിട്ട് യൂസ് ചെയ്യരുത്. സ്പോട്ട് കറക്റ്റർ യൂസ് ചെയ്യാം, രാവിലെയും രാത്രിയും അങ്ങനെ യൂസ് ചെയ്യാം. വളരെ കുറച്ച് എമൗണ്ട് ആയിട്ട് ഇടാം. അതുപോലെ നിങ്ങൾ ഇത്തിരി പിമ്പിൾ പൊട്ടാറാണെങ്കിൽ പിമ്പിൾ പാച്ചസ് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും പിമ്പിൾ പാച്ചസ് ആണ് ഇപ്പം യൂസ് ചെയ്യാറുള്ളത്. സ്പോട്ട് കറക്റ്ററും യൂസ് ചെയ്യും. ചില കേസസിൽ ഞാൻ സ്പോട്ട് കറക്റ്റർ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ സ്പോട്ട് കറക്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം, എനിക്ക് പുറത്ത് പോകണം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും പിമ്പിൾ പാച്ച് ആയിരിക്കും ഒട്ടിക്കുന്നത്. പിമ്പിളിനകത്ത് കഴിവതും തൊടാതിരിക്കുക, അതാണ് ഏറ്റവും തൊടാതിരിക്കുക, പൊട്ടിക്കാതിരിക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇറിറ്റേറ്റ് ആവും തോന്നുന്നു ഈ പിമ്പിൾ പാച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡസ്റ്റും ബാക്കി കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് എൻ്റർ ആവില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പിമ്പിൾ സേഫ് ആയിട്ടായിരിക്കും, പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഓവർ ജങ്ക് ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുക, ഷുഗറൊക്കെ ഇത്തിരി കൺട്രോൾ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടാവും. പിന്നീട് കുരു വരാൻ വേറെ പല റീസൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്കിൻ കെയർ തെറ്റിപ്പോയെന്നോ ചെയ്ത് പാളിപ്പോയെന്നോ മാത്രമല്ല, ഓരോരുത്തരുടെ ഹോർമോണൽ ഇഷ്യൂസ് കാരണം നമുക്ക് പീരീഡ്സ് വരുമ്പോൾ PCOD ഉള്ളവർക്ക് അങ്ങനെ എല്ലാവർക്കും കുരു വരും. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഡസ്റ്റ് മാത്രമായിട്ട് കുരു വരും. നമ്മൾ കൈ അഴുക്കായിട്ട് ഇത് തൊട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുരു വരുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി? അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വന്നാലും എനിക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, ഇവിടെ വെള്ളത്തിന് ഇച്ചിരി ഒരു പ്രശ്നം വന്നപ്പോഴേക്കും എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കുരു വന്നു, ഇവിടെയും ഇവിടെ റെഡായിട്ട് ഇരിപ്പുണ്ട് ചെറുതായിട്ട്. ഈ ഇറിറ്റേഷൻ വരുന്ന വെള്ളത്തിൽ നിന്നും ഇറിറ്റേഷൻ വരാം. കഴിവതും ഒരു വാട്ടർ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്യാനിലോ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം മുഖം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓവറായിട്ട് മുഖം കുരു വന്നോ ക്ലീൻ ആവണം എന്ന് കരുതിയിട്ട് ഓവർ വാഷും ചെയ്യരുത്. രാവിലെയും രാത്രിയും മാത്രമായിട്ട് ഫേസ് വാഷ് ചെയ്യാൻ നോക്കുക. ഓവറായിട്ട് ഫേസ് വാഷ് ഇട്ടും വാഷ് ചെയ്യാതിരിക്കുക.
ഓക്കെ. അപ്പോൾ പല റീസൺസ് ഉണ്ടാവും, പക്ഷെ പാനിക് ആവേണ്ട കാര്യമില്ല. സമാധാനമായിട്ടിരിക്കുക, സമാധാനമായിട്ട് ട്രീറ്റ് ചെയ്താലേ ഇത് പോവുള്ളൂ. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുത്ത് ഭയങ്കര പാനിക് ആയി കഴിഞ്ഞാൽ ഇത് കൂടും. അങ്ങനെ ഒരു സാധനമുണ്ട്. സോ കാമായിട്ടിരിക്കുക. എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ, അതായത് രാത്രി, എനിക്ക് തോന്നുന്നു സ്കൂളിലൊന്നും ഈ പിമ്പിൾ പാച്ചസ് ഒന്നും അവൈലബിൾ അല്ല. ഐ മീൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ടീച്ചർമാർ അപ്പോൾ ഊരിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. സോ അത് നടക്കുന്ന കാര്യമല്ല. സോ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക, രാത്രിത്തെ എന്തെങ്കിലും എന്ന് വെച്ചാൽ പിമ്പിൾ പാച്ച് ഒട്ടിച്ചിട്ട് രാവിലെ നമ്മൾ എണീക്കില്ല, അപ്പം ഇളക്കി കളഞ്ഞാൽ മതി. മനസ്സിലായി? ഇതുപോലെ 2 നൈറ്റൊക്കെ ചെയ്യുമ്പോഴേക്കും കുരു മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പം അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോവുക. അവിടെ കൊണ്ടുപോകാനൊന്നും പറ്റുന്ന പരിപാടി ആയിരിക്കില്ല ഭൂരിഭാഗം സ്കൂളുകളിലും. സോ അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആവശ്യത്തിന് നല്ലോണം സൺസ്ക്രീൻ ഇട്ടിട്ട് പോവുക. അത് പറ്റുന്ന, നമ്മളെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മളെ കൊണ്ട് ചെയ്യുക. ബാക്കി ഇനി സ്കൂളിലൊന്നും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക, റീഅപ്ലൈ ചെയ്യാനും നോക്കുക. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. അതുപോലെ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നവർ ആ വീഡിയോ കണ്ട് പ്രോപ്പറായിട്ട് മാത്രം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? ഇനി എന്തായാലും മിസ്റ്റേക്ക് വരുത്തരുത്. ബൈ.